ഓക്കെ, അപ്പോൾ നമുക്കിനി ടെംപ്ലേറ്റ്സ്, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു ബേസിക് ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് നല്ലൊരു ടെംപ്ലേറ്റിലേക്ക് ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ടെംപ്ലേറ്റ്സ് ഫോൾഡർ, ഇപ്പോൾ ഉള്ള ടെംപ്ലേറ്റ്സ് ഫോൾഡർ ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു പുതിയ ഫോൾഡർ ഞാൻ ഇതിനകത്ത് പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ടെംപ്ലേറ്റ്സ്, ഇതിനകത്ത് 2 cart1.html ആക്ച്വലി ആവശ്യമില്ല. അപ്പം cart.html അതേപോലെ തന്നെ product list.html അതിനകത്തുണ്ട്. ആൻഡ് ഒരു ബേസ് HTML ഉണ്ട്. ഇതിനകത്തുനിന്ന് ഇൻഹെറിറ്റ് ചെയ്തേക്കുന്നതാണ് ഈ product list.html. അപ്പം എഫക്റ്റീവ്ലി നല്ലൊരു പ്രോഡക്റ്റ് ലിസ്റ്റ് പേജും ഒരു നല്ല കാർട്ട് പേജും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പം ഇനി നമുക്ക് views.py അതിനകത്തേക്ക് പോവാം. അതിനകത്ത് കുറച്ച് അപ്ഡേറ്റ്സ് വരുത്തുന്നുണ്ട്. അപ്പം പ്രോഡക്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ ഉള്ള ഫംഗ്ഷൻ അതിനകത്തുനിന്ന് മാറ്റിയിട്ട് പ്രോഡക്ട്സ് ഈക്വൽ ടു product.objects.all, അതായത് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളോട്ട് നമ്മൾ പ്രോഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ഒബ്ജക്ട്സിനെ എടുത്തിടുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് പ്രോഡക്റ്റ് ലിസ്റ്റ്.html കൊടുക്കാം. നമ്മുടെ ടെംപ്ലേറ്റ്സ് ഫോൾഡറിനകത്ത് നമ്മൾ ഓക്കെ, നമുക്ക് ഈ ടെംപ്ലേറ്റ്സ് ഫോൾഡർ ഒരു ടെംപ്ലേറ്റ്സിനകത്താണ് ഇത് കിടക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ടെംപ്ലേറ്റ്സ് / എന്നിട്ട് കൊടുക്കാം. അപ്പോൾ ടെംപ്ലേറ്റ്സിനകത്ത് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ഇതുണ്ട്. അപ്പം നോർമലി ഒരു ടെംപ്ലേറ്റിനകത്താണ് നമുക്ക് ഈ / ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രണ്ടാമതൊരു ടെംപ്ലേറ്റ് ഫോൾഡറിനകത്താണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത്. അതിന് ശേഷം ഈ പ്രോഡക്ട്സ് എന്ന് പറയുന്ന നമ്മുടെ ഡേറ്റ, അതായത് നമ്മുടെ പ്രോഡക്ട്സിനകത്തു നിന്നുള്ള എല്ലാ ഒബ്ജക്ട്സിനെയും എക്സ്ട്രാക്ട് ചെയ്തുള്ള ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അതുകൂടി ഈ HTML പേജിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ലിസ്റ്റ്.html നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിന് താഴെ നമ്മളിവിടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ്, പ്രോഡക്റ്റിൻ്റെ സ്റ്റോക്ക്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ പ്രോഡക്റ്റ് ലിസ്റ്റ്.html കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അത് ആക്സസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. ഒരു ഫോർ ലൂപ്പിൽ ഇട്ടിട്ട് നമ്മൾ പ്രോഡക്ട്സിനെ ഐറ്ററേറ്റ് ചെയ്തിട്ട് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം നമ്മൾ കാർട്ടിൻ്റെ പേജ് ഇവിടെ കൊടുക്കുന്നുണ്ട്. കാർട്ട് പേജിലേക്ക് പോകുന്നത് അത് പക്ഷേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ടു കാർട്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് ആവേണ്ട ഫംഗ്ഷനാണ് ആഡ് ടു കാർട്ട്. അപ്പം പ്രോഡക്റ്റ് ID ആണ് അവിടെ പാസ്സാക്കുന്നത്. അപ്പം നമുക്കിവിടെ URLസിനകത്ത് ഇപ്പോൾ ഉള്ളത് പ്രോഡക്ട്സ് കാർട്ട് മാത്രമാണ്. അപ്പോൾ ആഡ് ടു കാർട്ട് എന്ന് പറയുന്ന ഒരു URL കൂടി വേണം അതിനകത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാൻ നേരത്തെ ചെയ്തു വെച്ചൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ ടൈം കൺസ്യൂം ആവാനിരിക്കാൻ നമുക്ക് ചെയ്യുകയാണ് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്നും ടൈപ്പ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഡിഫോൾട്ടായിട്ട് നമ്മൾ കാണേണ്ടത് പ്രോഡക്റ്റ് ലിസ്റ്റ് പേജ് ആണ്. ഇനി ആഡ് ടു കാർട്ട് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പ്രോഡക്റ്റ് ID, ഏത് പ്രോഡക്റ്റിൻ്റെ നേരെയുള്ള ആഡ് ടു കാർട്ടാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ പ്രോഡക്റ്റ് ID അതിൻ്റെ ഒപ്പം നമ്മുടെ ഫംഗ്ഷനിലോട്ട് പോകും. അപ്പോൾ ഫംഗ്ഷനകത്ത് ആ പ്രോഡക്റ്റ് ID വച്ച് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. കാർട്ട് പേജ് നമ്മൾ നോർമലി ചെയ്ത കാർട്ട് പേജ് പോലെ തന്നെയാണ്. വ്യൂസിനകത്ത് നമുക്ക് സപ്പോസ് അങ്ങനെ ഒരു പ്രോഡക്റ്റ് ID കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് നമ്മൾ എടുക്കണം. പ്രോഡക്ട്സിനകത്തു നിന്നുള്ള ഒബ്ജക്ട്സിനകത്തുനിന്ന് ആ പ്രോഡക്റ്റ് ID ഉള്ള പ്രോഡക്റ്റിനെ എടുക്കണം. അത് പ്രോഡക്റ്റ് എന്ന് പറയുന്ന വേരിയബിളോട്ട് സേവ് ചെയ്തു. കാർട്ട് ഐറ്റം ക്രിയേറ്റഡ് എന്ന് പറയുന്നത് കാർട്ട് ഐറ്റം .objects.get or create എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുകയാണ്. അപ്പോൾ ഇത് വിളിച്ചിട്ട് നമുക്കൊരു പുതിയ പ്രോഡക്റ്റും ഏത് യൂസറാണ് അത് ക്രിയേറ്റ് ആക്കിയതും എന്ന് മാത്രമാണ് അവിടെ എടുക്കുന്നത്. അപ്പോൾ ആ കാർട്ട് ഐറ്റത്തിൽ ഏത് പ്രോഡക്റ്റ് ആണോ ക്ലിക്ക് ചെയ്തതും അത് ആരാണ് ക്ലിക്ക് ചെയ്തത്, ആ ഏത് യൂസറാണ് ആ സൈറ്റിനകത്ത് കയറി ക്ലിക്ക് ചെയ്തത് എന്നുള്ളത് രണ്ടും ആ കാർട്ട് ഐറ്റത്തിൽ സേവ്ഡ് ആയിരിക്കും. ക്രിയേറ്റഡ് എന്ന് പറയുന്ന വേരിയബിളിൽ സപ്പോസ് അത് ക്രിയേറ്റഡ് ആണെങ്കിൽ, ഒരു കാർട്ട് ഐറ്റം ക്രിയേറ്റഡ് ആണെങ്കിൽ 1ഉം അല്ലെങ്കിൽ നള്ളുമായിരിക്കും ആൻസർ ഉണ്ടാവുക. അപ്പം ഇഫ് നോട്ട് ക്രിയേറ്റഡ്, അതായത് പുതിയൊരു ഐറ്റം അല്ല ആഡ് ആവുന്നതെങ്കിൽ പഴയ ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റി 1 കൂട്ടുക. നമുക്കറിയാം, നമ്മളൊരു e-commerce സൈറ്റിനകത്ത് പോയിട്ട് ഒരു ഫാൻ ഓർഡർ ചെയ്തു, രണ്ടാമതും അതേ ഫാൻ തന്നെ ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മുടെ കാർട്ടിനകത്ത് 2 തവണ ഫാൻ ഉണ്ടാവില്ല, പകരം ക്വാണ്ടിറ്റി 1 കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്തത്. ഇഫ് നോട്ട് ക്രിയേറ്റഡ് കാർട്ട് ഐറ്റം ഡോട്ട് ക്വാണ്ടിറ്റി += 1 ഒന്ന് ആഡ് ചെയ്തു, കാർട്ട് ഐറ്റം ഡോട്ട് സേവ്. ഓക്കെ, റിട്ടേൺ റീഡയറക്റ്റ് കാർട്ട് എന്ന് പറയുന്ന പേജ് നമ്മൾ റീഡയറക്റ്റ് ചെയ്തു. ഇനി ഡെഫ് കാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ ചെയ്തത്,
ഇഫ് റിക്വസ്റ്റ് ഡോട്ട് യൂസർ ഈസ് ഓതന്റിക്കേറ്റഡ്, അതായത് നമ്മൾ ഒരു ഓതന്റിക്കേറ്റഡ് യൂസർ ആണെങ്കിൽ, ഇപ്പോൾ യൂസർ ഓതന്റിക്കേറ്റഡ് ആണോ അല്ലെന്ന് എങ്ങനെ അറിയുന്നത്? നമ്മൾ ക്രിയേറ്റ് സൂപ്പർ യൂസർ വെച്ച് നമ്മൾ ഇതിനകത്ത് ഒരു സൂപ്പർ യൂസറെ ഇപ്പോൾ ക്രിയേറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ക്രിയേറ്റഡ് ആക്കിയിട്ട് ഒരു യൂസർ ആയിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് നമ്മൾ ഒന്നും ചെയ്യാത്ത തന്നെ വെറുതെ കയറിയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കാർട്ട് പേജ് കാണില്ല. ഈ ലോഗിൻ ചെയ്തതിന് ശേഷം നോക്കുകയാണെങ്കിൽ മാത്രമേ കാണുള്ളൂ. അപ്പം അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കാർട്ട് ഐറ്റംസ് ഈക്വൽ ടു കാർട്ട് ഐറ്റം ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഫിൽറ്റർ യൂസർ ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് യൂസർ. ഇപ്പമുള്ള യൂസറുടെ കാർട്ട് ഐറ്റംസ് ആണ് അവിടെ കാണിച്ചു കൊടുക്കുന്നത്. ആൾ ക്ലിക്ക് ചെയ്ത കാര്യങ്ങളാണ് അവിടെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫിൽറ്റർ അവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. എൽസ് കാർട്ട് ഐറ്റംസ് ഈക്വൽ ടു നൾ. ഇനി ഒന്നും ഇല്ലെങ്കിൽ, യൂസർ ക്രിയേറ്റഡ് അല്ലെങ്കിൽ, നമ്മൾ ലോഗിൻഡ് അല്ലെങ്കിൽ നമുക്ക് കാർട്ട് ഐറ്റംസ് ഒന്നും കാണുന്നില്ല. നമ്മൾ പിന്നെ ഇ-കൊമേഴ്സ് ആപ്പ് മാറ്റിയിട്ട് ടെംപ്ലേറ്റ്സിനാക്കുക. ടെംപ്ലേറ്റ്സിനകത്ത് നിന്ന് കാർട്ട് ഡോട്ട് HTML ആണ് അവിടെ കാണിച്ചു കൊടുക്കുന്നത്. കാർട്ട് ഐറ്റംസ് ആണ് നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കാർട്ടിനകത്ത് നമ്മൾ കാർട്ട് ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു കൊടുക്കുന്ന കാര്യം കൂടി അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഇവിടെ മോഡൽസ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മോഡൽസ് ക്രിയേറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ admin.py എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ടായിരിക്കും. ഈ admin.pyനകത്ത് admin.site.register നമുക്ക് മോഡൽസിനകത്തുനിന്ന് പ്രോഡക്റ്റും കാർട്ടും ആഡ് ചെയ്യണം. import product, cart item രണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രോഡക്റ്റിന് ആഡ് ചെയ്യണം. അതിനകത്ത് പ്രോഡക്റ്റിൻ്റെ P ക്യാപിറ്റൽ ആയിരിക്കണം. ഓക്കെ, ഇത് നമ്മുടെ അഡ്മിൻ ഇൻ്റർഫേസ് വഴി നമുക്ക് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് മോഡൽസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൈഗ്രേറ്റ് ചെയ്യണം. മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചേഞ്ചസ് ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മുടെ ചേഞ്ചസ് ഡാറ്റാബേസിനകത്തുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതി വെക്കുന്ന ഒരു ഫയലിനകത്ത്. പിന്നെ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ചേഞ്ചസ് എല്ലാം ഡാറ്റാബേസിനകത്ത് അപ്ലിക്കബിൾ ആവുന്നു. ഓക്കെ, അപ്പം py manage.py make migrations. ഓക്കെ, cd space ecom make migrations നമ്മൾ ചെയ്യാണ്. അപ്പോൾ make migrations py manage.py make migrations കൊടുത്തു. എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് മൈഗ്രേഷൻ വർക്കായത്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് പ്രോഡക്റ്റ് എന്ന് പറയുന്നൊരു മോഡലും കാർട്ട് ഐറ്റം എന്ന് പറയുന്നൊരു മോഡലും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഡാറ്റാബേസിനകത്തേക്ക് ചേഞ്ചസ് വരുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് py manage.py migrate എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുക. അപ്പം ഈ ഡാറ്റാബേസിലുള്ള ചേഞ്ചസ് നമ്മൾ എന്തായി, മൈഗ്രേറ്റ് ആയി. ഓക്കെ, അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒരു സൂപ്പർ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. ഈ സൂപ്പർ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിൻ ആക്സസ് രീതിയിൽ, അഡ്മിൻ ആയ രീതിയിൽ നമുക്ക് അതിനകത്തേക്ക് ആഡ് ആവാനും, അഫ്കോഴ്സ് അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് പ്രോഡക്ട്സ് ആഡ് ചെയ്യാം, അതിനകത്ത് ക്വാണ്ടിറ്റി കൂട്ടാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഡ്മിൻ രീതിയിൽ നമുക്ക് അതിനകത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. സൂപ്പർ യൂസർ ഒറ്റ വാക്കാണ്. ക്രിയേറ്റ് സൂപ്പർ യൂസർ ആണ്. ക്രിയേറ്റ് സൂപ്പർ യൂസർ. അപ്പോൾ നമുക്ക് ഒരു യൂസർ നെയിം കൊടുക്കാൻ പറയും, ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാൻ പറയും, ഒരു പാസ്വേഡ് കൊടുക്കാൻ പറയും. പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന അവിടെ കാണില്ല, കുഴപ്പമില്ല. പാസ്വേഡ് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു Y ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ഇപ്പം നമ്മുടെ യൂസർ ക്രിയേറ്റ് ആയി. അപ്പം ഇനി യൂസർ ക്രിയേറ്റ് ആയതിനു ശേഷം വീണ്ടും നമ്മൾ റൺ സെർവർ ചെയ്ത് നോക്കാം. അപ്പോൾ റൺ സെർവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ പോലെ ആ ലിങ്ക് നമുക്ക് കിട്ടും. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ടെംപ്ലേറ്റ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ കൊടുത്ത ഭാഗങ്ങളിൽ എവിടെയോ ടെംപ്ലേറ്റ്സ് കിട്ടുന്നില്ല. അത് നമുക്ക് നോക്കാം എവിടെയാണെന്നുള്ളത്. ടെംപ്ലേറ്റ്സ്
ഈ ലൈനിലാണ്. അപ്പം ടെംപ്ലേറ്റ്സ് /product list.html ഓക്കെ. ടെംപ്ലേറ്റ്സിനകത്ത് നമുക്ക് ടെംപ്ലേറ്റ്സ് എന്ന് കൊടുക്കുന്നത്. ടെംപ്ലേറ്റ്സിനകത്ത് നമുക്ക് ഡയറക്റ്റ്ലി തന്നെ ഉണ്ട് ഇതിനകത്ത്. അപ്പം ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഒഴിവാക്കാം. നേരത്തെ നമ്മൾ ടെംപ്ലേറ്റ്സിനകത്ത് ഒരു ഫോൾഡർ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അതിൻ്റെ ആവശ്യമില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൈറ്റ് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് അതുപോലെ product list.html-നകത്ത് ഇവിടെ e-commerce സൈറ്റ് വേണ്ട. അതിനകത്ത് കാർട്ടിനകത്തുണ്ടെങ്കിലും അതിനകത്തും ഈ e-commerce ആപ്പ് വേണ്ട. സേവ് ചെയ്യുന്നു. Ctrl+C ഒന്നുകൂടി റൺ ചെയ്യാം. ഓക്കെ, ഇപ്പം ഈ കണ്ട എറർ എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പം നേരത്തെ കണ്ട എറർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റിക് ഫയൽസ് ലോഡ് ആക്കാത്തത് കൊണ്ടുള്ള എററാണ്. ഈ സ്റ്റാറ്റിക് ഫയൽസിനകത്താണ് നമ്മൾ ഈ HTML-നെ സ്റ്റൈൽ ചെയ്യാനുള്ള CSS ഫയലുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഒരു സ്റ്റാറ്റിക് ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റാറ്റിക് ഫോൾഡർ നമ്മൾ ആക്ച്വലി നമ്മുടെ മെയിൻ ഇകോം നമ്മുടെ പ്രോജക്റ്റിനകത്താണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇത് വർക്ക് ആവാതിരിക്കാൻ സ്റ്റാറ്റിക്കിനൊരു C അധികം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് നമുക്ക് HTML-നെ സ്റ്റൈൽ ചെയ്യാനുള്ള CSS-ഉം IMG-യും JavaScript ഫയൽസ് ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിങ്കും താഴെ ഉണ്ടായിരിക്കും ഈ വീഡിയോൻ്റെ താഴെ. അപ്പം ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മുടെ settings.py-നകത്ത് നമ്മൾ സ്റ്റാറ്റിക് URL-ലേക്കുള്ള സ്റ്റാറ്റിക് എന്നതിന് താഴെയായിട്ട് സ്റ്റാറ്റിക് ഡയറക്ടറീസ് ആഡ് ചെയ്യാനുള്ള കമാൻഡ് കൂടി കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റിക് ഫയൽസ് അതിനകത്ത് ലോഡായി തുടങ്ങും. ആൻഡ് അതിനുശേഷം നമുക്ക് ഒന്നുകൂടി റൺ സെർവർ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന പേജിനകത്ത് ഞാനൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്താണ്. പ്രൊഡക്ട്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത അഡ്മിൻ യൂസറിൻ്റെ പേരും അതേപോലെ തന്നെ പാസ്വേഡ് നിങ്ങൾക്ക് അറിയണം. അഡ്മിനകത്ത് പ്രോഡക്ട്സിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം പ്രോഡക്ട്സ്. അപ്പോൾ നമ്മൾ നേരത്തെ മോഡൽസിനകത്ത് കൊടുത്തുള്ള അതേ ഫീൽഡുകളാണ് ഇവിടെ അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ടാവുക. ഇപ്പോൾ ഒരു ഇമേജ്, അതിൻ്റെ പ്രൈസ്, സ്റ്റോക്ക് ഇത്രയും കൊടുത്ത് സേവ് ചെയ്യുക. ഇനി നമ്മുടെ 8000 നോർമൽ ലോക്കൽ ഹോസ്റ്റിൻ്റെ ലിങ്കിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതുകൂടി ആഡ് ആയത് കാണാം. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ആഡ് ടു കാർട്ട് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണോ ഐറ്റം ആഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പ്രൈസ് നമ്മൾ അവിടെ കൊടുക്കുന്ന എന്താണോ അതിനനുസരിച്ചാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി, ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇനി ക്വാണ്ടിറ്റി ഒന്ന് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പം ഇങ്ങനെ നമുക്ക് കാർട്ട് പേജിലേക്ക്, അതേപോലെ കാർട്ട് പേജിൽ നിന്ന് ഇനിയിപ്പം ഇതിൻ്റെ ഒരുപാട് ലിങ്കുകൾ, ഇതിനകത്ത് ഒരുപാട് ലിങ്കുകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് പേജസ് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യാം. ആ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തുനിന്ന് അടുത്തടുത്ത പേജസിലേക്ക് നമുക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകുന്നത് കാണാം. അപ്പം ഇതിനകത്തേക്ക് കൂടുതൽ പ്രോഡക്ട്സിന് നമുക്ക് ഇനി ആഡ് ചെയ്യാം. അഡ്മിൻ ഇന്റർഫേസ് വഴി നമുക്ക് കൂടുതൽ പ്രോഡക്ട്സിന് ആഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത്. ഇതിനെ കൂടുതൽ കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് ആക്കാൻ ഏറ്റവും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ മൾട്ടി ഷോപ്പ് ഈ എഴുതുന്ന കാര്യങ്ങൾക്കെല്ലാം ഇതിൻ്റെ കളർ കോമ്പിനേഷൻ, ഇതിനകത്ത് എഴുതുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ടെംപ്ലേറ്റ്സിനകത്ത് എന്താണ് അതിന് അനുസൃതമായിട്ടുള്ള കോഡ് നമ്മൾ ടെംപ്ലേറ്റ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടേതായുള്ള രീതിയിലൊരു ഇ-കോമേഴ്സ് സൈറ്റ് ആക്കിയിട്ട് ഇതിനെ മാറ്റാനായിട്ട് കഴിയും. സോ നമ്മളിപ്പം കണ്ടത് ഒരു വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇതുപോലെ നമുക്ക് ബ്ലോഗ് ആപ്ലിക്കേഷൻസ്, അങ്ങനെ ഒരുപാട് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് വെബ്സൈറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പം ജാങ്കോ എന്ന് പറയുന്നത് വെബ്സൈറ്റ് ഡെവലപ്മെന്റിന്റെ ഭാഗങ്ങളോട്ട് പോകുമ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെബ് ഡെവലപ്മെന്റ് ഫ്രെയിംവർക്ക് ആണ്. അപ്പം എൻട്രി ലെവലിനകത്ത് നമ്മൾ പൈത്തൺ ജാങ്കോ കോഴ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പം ലേൺ കോഡിംഗ്, ജോയിൻ എൻട്രി. താങ്ക് യു.